നമുക്ക് ജാതിയുണ്ടോ സഖാവേ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ എ പി ജയൻ, എന്തുകൊണ്ടാണ് ഈ മനോജ് ചരളയിലിനെതിരായുള്ള നടപടി വൈകുന്നത്? എന്ത് ബോധ്യമാണ് നിങ്ങൾക്കിനി ഈ കാര്യത്തിൽ കൂടുതലായി വേണ്ടത്? മനോജ് ചരളിനെതിരെയുള്ള നടപടി വൈകുക എന്ന് പറഞ്ഞാൽ അത് ഫേസ്ബുക്കിലാണ് ഇങ്ങനെയൊരു വാർത്ത വരുന്നത്. അത് 14-ാം തീയതി വൈകിട്ടാണ് ഈ വാർത്ത ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. 14-ാം തീയതി വൈകിട്ട് 5 മണിക്കാണ്. 15-ാം തീയതിയാണ് ഞങ്ങൾ പാർട്ടി എക്സിക്യൂട്ടീവ് കൂടുന്നത്. ആ സമയത്ത് ആ കമ്മിറ്റിയിൽ ഈ മനോജ് ചരളയിൽ ഉണ്ടായിരുന്നില്ല. മനോജ് ചരളയിലോട് വിശദീകരണം ആവശ്യപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണല്ലോ. ഒരു പാർട്ടിക്കൊരു വ്യവസ്ഥാപിതമായ തത്വമുണ്ട്. ഒരു സഖാവിൻ്റെ പേരിൽ ഒരു ആരോപണം ഉയർന്നാൽ ആ സഖാവിനോട് വിശദീകരണം ചോദിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രോസസിംഗ് ആണ്. ഇപ്പോൾ ലോ കോളേജ് വിഷയമെടുക്കാം. ശ്രീ ജയൻ, നേരിട്ട് ലക്ഷ്മി നായർ ഇങ്ങനെ ജാത്യധിക്ഷേപം നടത്തിയതായി താങ്കൾ അടക്കം കേട്ടിട്ടില്ല. താങ്കളുടെ പാർട്ടി കമ്മിറ്റികൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. എന്നിട്ടും ആ കാര്യത്തിൽ CPI എടുത്ത നിലപാടെന്താണ്? കേസെടുക്കണം എന്നതായിരുന്നു. അപ്പോൾ ലക്ഷ്മി നായർക്കെതിരെ എടുക്കുന്ന സമീപനവും ഈ മനോജ് ചരളയിലിനെതിരെ നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലെ ആ മോശം പരാമർശം നിങ്ങളുടെ മുന്നിലുണ്ടായിട്ടും വ്യത്യസ്തമായൊരു നിലപാട്, ഇതൊരു ഇരട്ടത്താപ്പല്ലേ? ഒരു ഇരട്ടത്താപ്പുമല്ല. 18 ഞങ്ങൾ കേവലം മനോജ് ചരളയിലിനെതിരെ കേസെടുക്കണമെന്ന അഭിപ്രായമുണ്ടോ CPIക്ക്? മനോജ് ചരളയിലിനെതിരെ കേസെടുക്കണമെന്ന അഭിപ്രായമുണ്ടോ CPIക്ക്? മനോജ് ചരളയിലിനെതിരെ നിയമ നടപടി ആവശ്യമാണെങ്കിൽ അത് 18-ാം തീയതി ഞങ്ങൾ ആലോചിക്കും. നിയമ നടപടി കാരണം നിയമ നടപടിയാണോ നിങ്ങളുടെ കമ്മിറ്റിയുടെ അജണ്ട, അതോ കാനം എന്ന് പറഞ്ഞ അച്ചടക്ക നടപടിയോ? കാനം പറഞ്ഞത് അച്ചടക്ക നടപടി പ്രൊസീഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആ കമ്മിറ്റിയോട്. അതിന്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന്. അച്ചടക്ക നടപടിയെപ്പറ്റി ആലോചിക്കാനാണ് ഞങ്ങൾ യോഗം ചേരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയല്ലല്ലോ മനോജ് ചരളയിൽ നിന്ന് കണ്ടത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിക്കനുസരിച്ചല്ല ഒരാളുടെ പ്രവൃത്തിയെങ്കിൽ അത് നേരിടുന്നതിന് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സാമ്പ്രദായിക രീതികൾ മുഴുവൻ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ലക്ഷ്മി നായരുടെ കാര്യത്തിൽ ഇങ്ങനെ അവർക്കുമുണ്ട് ന്യായവാദങ്ങൾ ഉന്നയിക്കാൻ. അതൊന്നും വന്ന് കണ്ടില്ലല്ലോ. ഞങ്ങൾ ആരെയും സംരക്ഷിക്കുന്ന കാര്യമില്ല എന്ന് നിങ്ങൾക്ക് മണിക്കൂറുകൾക്കകം കാര്യങ്ങൾ ബോധ്യപ്പെടും. ഞങ്ങൾ ഒരാളെയും സംരക്ഷിക്കാൻ പോകുന്നില്ല. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. കൊടിക്കുന്നിൽ സുരേഷ്, ഒരു പാർട്ടിയുണ്ട്, അതിനൊരു സംഘടനാ സംവിധാനമുണ്ട്. ഈ വിഷയത്തോട് എന്തായാലും അവർ മുഖം തിരിഞ്ഞു നിൽക്കുന്നില്ല. നടപടിക്രമങ്ങൾ പാലിക്കാനുണ്ട്. മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇതിൽ കൃത്യമായ സന്ദേശം ഉണ്ടാകുമെന്നാണ് ശ്രീ ജയൻ പറയുന്നത്. പക്ഷേ ശ്രീ ജയനെ ഈ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന കാനം പറയുന്നത് അച്ചടക്ക നടപടി പ്രൊസീഡ് ചെയ്യാനാണ് ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് എന്നാണ്. ഒരു അച്ചടക്ക നടപടിയാണോ ഈ കാര്യത്തിൽ വേണ്ടത്? ഒരിക്കലും അച്ചടക്ക നടപടി കൊണ്ട് കാര്യങ്ങൾ പൂർത്തിയാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഫേസ്ബുക്കിൽ വന്നാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സംഭാഷണമാണെങ്കിൽ പോലും അതീവ ഗൗരവമുള്ളതും ഗുരുതരവുമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ശ്രീ മനോജ് ചരളയിൽ എന്ന് പറയുന്നയാൾ ഒരു സാധാരണക്കാരനായ സഖാവല്ല. അദ്ദേഹം പാർട്ടിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്, ജില്ലയിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറി ഇപ്പോൾ നിലവിൽ AP ജയൻ മാറിയാൽ അടുത്ത ജില്ലാ സെക്രട്ടറി ആകാൻ വേണ്ടി വെയിറ്റിംഗ് ഇൻ നിൽക്കുന്ന ആളാണ് അസിസ്റ്റന്റ് സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ അദ്ദേഹം വളരെ പിടിപാടുള്ള, കാനത്തിനപ്പുറമുള്ള ആളുകളുമായി പിടിപാടുമുള്ള ഒരു നേതാവായിട്ടാണ് അല്ലെങ്കിൽ ഒരു സഖാവായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന സംഭാഷണവും ശബ്ദവും എല്ലാം വെച്ചുകൊണ്ട് തന്നെ ഈ മനോജ് ചരളയിൽ ചിറ്റയം ഗോപകുമാർ MLA-ക്കെതിരെ നടത്തിയ ജാതീയ പരാമർശം, അതിൽ ഒരു അന്വേഷണം നടത്തേണ്ട കാര്യമില്ല, ഒരു നോട്ടീസും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ പാർട്ടി അയാളെ പുറത്താക്കുക, നടപടി എടുക്കുക, പുറത്താക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി നല്ല സ്വീകരിക്കേണ്ടത്. അല്ലാതെ അന്വേഷണം നടത്തി ഇതിൻ്റെ നിജസ്ഥിതിയെ കണ്ടുപിടിച്ച് വന്നിട്ട് പിന്നെ ഒരു നോട്ടീസ് കൊടുത്തിട്ട് അച്ചടക്ക നടപടി നോട്ടീസൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് അതുകൊണ്ട് ഇത് തേച്ചു മായ്ച്ച് കളയുക അല്ലെങ്കിൽ ഇത് വെള്ളപൂശുക, ഇതിന് എന്തെങ്കിലും കാരണങ്ങൾ കണ്ടുപിടിച്ച് അയാളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്
ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ശ്രീ കൊടിക്കുന്നിൽ പക്ഷേ സുരേഷ്, അതിന് പകരം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, താങ്കൾ ഈ സമൂഹത്തിൻ്റെ ഒരു താഴ്ന്ന തട്ടിൽ നിന്ന് ഉയർന്നു വന്ന വ്യക്തിയാണ്. രാഷ്ട്രീയം വിടാം. ആ പന്ന പുലയനെ കണ്ടാൽ അന്ന് വെള്ളം കുടിക്കില്ല, അതുകൊണ്ട് അങ്ങോട്ട് വരണമെന്നേ ഇല്ല എന്ന് CPIയുടെ ഈ നായർ തമ്പ്രാൻ ഇങ്ങനെ പറയുമ്പോൾ ഈ സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ കൊടിക്കുന്നിൽ എന്താണ് തോന്നിയത് ഇത് കേട്ടപ്പോൾ? ഇല്ല, ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ജനവിഭാഗത്തെ അളവറ്റ് സ്നേഹിക്കുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ജനവിഭാഗത്തെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാനും അവരെ സഹായിക്കുവാനും ഒക്കെ സന്മനസ്സുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ മറ്റ് വിഭാഗങ്ങളിലും. ശ്രീ കൊടിക്കുന്നിൽ, ആ പന്നപ്പുലേനെ കണ്ടാൽ വെള്ളം കുടിക്കില്ല എന്ന് പറയുന്ന ഒരു മനസ്സ് അത് മനോജ് ചെറളയിലിന് മാത്രമുള്ളതാണെന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിന്റെ വിസ്തൃതി ഒരു വ്യക്തി എന്ന നിലയിൽ ഈ കേരളത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ട് പ്രവർത്തിച്ച് ഈ നിലയിലെത്തിയ താങ്കൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? അല്ല, അത് കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുകയും നമ്മുടെ ശരീരമാകെ ആകെ രക്തം തിളയ്ക്കുകയും ചെയ്യണം. അത് അത്രയ്ക്ക് വളരെ നമുക്കത് ചിന്തിക്കാൻ പോലും, ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ അങ്ങനെയുള്ള പരാമർശത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്തുകൊണ്ട് ചിറ്റയം മൗനം പാലിക്കുന്നു? ഒരു പാർട്ടിയിൽപ്പെട്ട എന്തുകൊണ്ട് ശ്രീ കൊടിക്കുന്നിൽ ചിറ്റയം മൗനം പാലിക്കുന്നു? ചിറ്റയും തീർച്ചയായും ഒരു പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു MLA ആണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹം സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പാർട്ടിക്കകത്ത് അദ്ദേഹം പുറത്തു പോകേണ്ടി വരും. പാർട്ടിയിലെ തമ്പുരാക്കന്മാരുടെ ഒരു അപ്രീതി സമ്പാദിക്കാൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ കഴിയില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ നിശബ്ദത പാലിക്കുന്നത്. പക്ഷേ വേണു, ഇതിനകത്ത് ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞത്, എല്ലാവരും മനോജ് ചെറളയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരും മനോജ് ചെറളയിലാണെന്നും എല്ലാവരും ഈ രീതിയിലുള്ള പദപ്രയോഗം നടത്തുന്നവരാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഈ ദളിത് സമൂഹത്തെ തന്നെ അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ, മുഖ്യധാരയിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന ഒട്ടേറെ നേതാക്കന്മാരുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമുണ്ട്, മറ്റ് പാർട്ടിയിലുണ്ട്, കോൺഗ്രസ് പാർട്ടിയിലും. ഒരു പൊതുതത്വത്തിലേക്ക് ഇതിനെ മാറ്റരുത്. മനോജ് ചെറളയിൽ ഇപ്പോഴും സാവകാശം കിട്ടുന്ന ഒരു സംവിധാനമായി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നുവെങ്കിൽ അത് ഈ ഉത്തരേന്ത്യയിൽ കാണുന്ന ഒരു ഖാപ് പഞ്ചായത്താണ്. ശ്രീ കൊടിക്കുന്നിൽ, അത് ഉത്തരേന്ത്യയിൽ കാണുന്ന ഒരു ഖാപ് പഞ്ചായത്താണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന് പറയേണ്ടി വരും. അല്ല, ഉത്തരേന്ത്യയിൽ ഇത് സർവ്വസാധാരണമാണ്. ഈ രീതിയിലുള്ള പരാമർശങ്ങളും ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഒക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ഒരു പാർട്ടി, പ്രത്യേകിച്ചും ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും ആദർശം പറയുകയും വിപ്ലവം പ്രസംഗിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർ വളർന്നതും വലുതായതും തന്നെ അധസ്ഥിത വിഭാഗങ്ങളുടെ പിന്തുണയോടും സഹായത്തോടും കൂടിയാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ ഒരു ജില്ലാതലത്തിൽ നിൽക്കുന്ന നേതാവിൽ നിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടായത് ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അത്തരം ആളുകളെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം അവരെ എത്രയും പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത്. അതിന് അന്വേഷണം നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഷോക്കാസ് നോട്ടീസ് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ സമാധാനം ബോധിപ്പിച്ചത് കൊണ്ടോ ഇതിന് പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ്. പാർട്ടി എത്രയും പെട്ടെന്ന് ഒരു രാഷ്ട്രീയ എതിരാളി എന്ന നിലയിലാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തുന്നത് എന്ന് ന്യൂനീകരിക്കരുത്. മുറിവേറ്റൊരു മനസ്സിന്റെ ഒരുടമ കൂടി ഉണ്ട്. ചിറ്റയം പ്രതികരിക്കുന്നില്ലെങ്കിലും അതിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു ശബ്ദം ഇവിടെയുണ്ട് എന്ന മാന്യതയോടെ, വിശാലമായൊരു മാനവികതയോടെ, ഉയർന്ന കമ്മ്യൂണിസ്റ്റ് ബോധത്തോടെ താങ്കൾ അതിന് മറുപടി പറയുമോ? ചിറ്റയം ഗോപകുമാർ ഇതിൽ പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. അതായത് ചിറ്റയം ഗോപകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ആണ്. ഞങ്ങളെല്ലാം സ്നേഹിക്കുകയും വളരെ അടൂരിലെയും ഈ ജില്ലയിലെയും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവാണ് ചിറ്റയം. ചിറ്റയത്തിനെ പോലെ ഒരാളിനെ പറ്റി ഒരു പരാമർശം വന്നു എന്നുള്ളത് കൊണ്ട് ചിറ്റയം അല്ല പ്രതികരിക്കേണ്ടത്. ചിറ്റയം അതിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ചിറ്റയത്തിന് വേണ്ടി പ്രതികരിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾ അനുസരിച്ച് അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് പോകാനേ പറ്റൂ. ചിറ്റയം അതിലൊരു പ്രതികരണത്തിൻ്റെ അത് കോൺഗ്രസ് പാർട്ടിയിൽ പറ്റും. ശ്രീ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പാർട്ടിയിലാണെങ്കിൽ പ്രതികരിക്കാം.
സുരേഷ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരെയും പുറത്താക്കാം, അപ്പോൾ തന്നെ പുറത്താക്കാം. വേണമെങ്കിൽ അവിടെ നിന്നിട്ട് ഒരു പ്രസ്താവന നടത്തി അവർക്ക് ആരെയും പുറത്താക്കാൻ പറ്റും. അതൊക്കെ ആ പാർട്ടിയുടെ രീതിയാണ്. നമുക്ക് ഓരോ പാർട്ടിക്കും അതിൻ്റെതായ സംഘടനാ രീതികളും തത്വങ്ങളും അല്ലേ ഉള്ളത്. ഓരോ പാർട്ടിയുടെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങളുടെ ഭരണഘടന, നിങ്ങളുടെ കമ്മിറ്റിയുടെ പ്രവർത്തന പദ്ധതി ഇതിന്റെ ഒന്നും പരിധിയിൽ വരുന്നതല്ലായിരുന്നു. അങ്ങയോടൊപ്പം ഈ സഖാവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മനോജ് ചെറളയലിന്റെ പ്രവൃത്തി. അപ്പോൾ ഇതൊന്നും കൊണ്ടൊരു കാര്യവുമില്ല സഖാവേ. ഈ ഭരണഘടനയും ഈ കമ്മിറ്റികളുടെ ചട്ടവട്ടങ്ങളും ഒന്നും കൊണ്ട് ഒരാൾ നന്നായിട്ടില്ല, കൂടെ നിൽക്കുന്ന ഒരാൾ നന്നായിട്ടില്ല, കൂടെ നിൽക്കുന്ന ഒരാൾ നന്നായിട്ടില്ല. എന്നിട്ട് പിന്നെ അതിന്റെ മഹത്വം പറയരുത്. ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഈ സംഭവത്തെ BJP എങ്ങനെയാണ് കാണുന്നത്? കാരണം നിങ്ങളാണല്ലോ എപ്പോഴും ഈ ചാതുർവർണ്ണ്യം നടപ്പാക്കുന്ന ആളുകൾ എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് വിമർശനത്തിന് ശരവ്യമാകുന്നത്. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ നേതാവ് ഈ രൂപത്തിൽ പ്രതികരിച്ച സംഭവത്തെ BJP മനസ്സിലാക്കുന്ന വിധം? വേണു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അത് CPI ആയാലും CPM ആയാലും അത് കാപട്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞവരാണ്. അവർക്ക് സവർണ സഖാക്കന്മാരാണ് അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ പോളിറ്റ് ബ്യൂറോയിൽ ഇതുവരെ ഒരു അധികൃതനില്ലാത്തത്. കേരളത്തിൽ ഇന്നുവരെ ഒരു ജനറൽ സീറ്റിൽ ഒരു അധികൃതനെ മത്സരിപ്പിക്കാത്തത്. ഏതെങ്കിലും കാരണവശാൽ ഭരണപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ ആ ഭരണപക്ഷത്ത് പട്ടികജാതി വകുപ്പല്ലാതെ ഒരു ധനകാര്യമോ വിദ്യാഭ്യാസമോ മേജറായിട്ടുള്ള ഒരു വകുപ്പും കൊടുക്കാത്തത്. എല്ലാ കാലഘട്ടത്തിലും ഇപ്പോൾ CPIയുടെ ആളാണിത് പറഞ്ഞെങ്കിൽ കണ്ണൂരിൽ ക്ഷേത്രത്തിൽ അയിത്തത്തിനെതിരെ സമരം നടക്കുന്നു CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ. ആ CK ജാനു സമരം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലമില്ല ഇന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സവർണ സഖാക്കന്മാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടകം പോളിടെക്നിക്കിൽ ഈ സവർണ സഖാക്കന്മാരുടെ വിദ്യാർത്ഥി സംഘടന പൊലേക്കുടിൽ ഉണ്ടാക്കി വെച്ചത്. ദളിത് പ്രവർത്തകനായ ജിഷ്ണുവിനെ കൊല്ലുമ്പോൾ ദളിത് പ്രവർത്തകനായ നീ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചാനൽ വരുന്നതിന് മുമ്പ് മാതൃഭൂമി പത്രത്തിൽ KR ഗൗരിയമ്മയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു മനോഹരമായ കാര്യമുണ്ട്. അത് വേറൊന്നുമല്ല, സഖാവ് EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ചാണ്. നിങ്ങളുടെ ലൈബ്രറിയിലുണ്ട്, എൻ്റെ കയ്യിലുണ്ടത്. KR ഗൗരിയമ്മ പറയുന്നു, സഖാവ് EMS നമ്പൂതിരിപ്പാട് അന്നും തുടക്കത്തിലും അവസാനത്തിലും ആദ്യവും അവസാനവും സഖാവ് EMS നമ്പൂതിരിപ്പാട് ഒരു സവർണ നമ്പൂതിരിയാണ്. അദ്ദേഹം ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടില്ല. അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കച്ചവട കണ്ണുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട്, സവർണ സഖാക്കന്മാരുണ്ട്, നല്ല കമ്മ്യൂണിസ്റ്റുകളില്ല. ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ എതിർക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ പോലെ സഖാവ് EMS നമ്പൂതിരിപ്പാടെ പോലെ വേണമെങ്കിൽ P പരമേശ്വരൻ നമ്പൂതിരിപ്പാടെന്ന് വെക്കാം. ഞാൻ ഒറ്റ കാര്യം വേണുവിനോട് ചോദിക്കുന്നു, പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് വിപ്ലവകരമായ പ്രസംഗങ്ങളല്ലാതെ പ്രായോഗികമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ ജാതി ഇല്ലാതാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവന എന്താ? ഇവിടെ ജാതി ഇല്ലാതാക്കാൻ RSS ഈ കേരളത്തിൽ നിരവധി മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. പാലിയത്ത് വിളംബരം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജന്മമാണ് ബ്രാഹ്മണ്യം എന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ. അഡ്വക്കേറ്റ് ജയശങ്കർ, മനോജ് ചെറളയലിനെ വിടൂ. ഈ ചോദ്യം യഥാർത്ഥത്തിൽ നേരിടുന്നത് CPI അല്ലേ? അങ്ങനെയെങ്കിൽ CPI ഇതിന് മതിയായ ഒരു ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മനോജ് ചെറളയലിന് വേണ്ട ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്. ഇത് അച്ചടക്ക നടപടി എടുക്കേണ്ടതാണ്, കമ്മിറ്റിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതിന്മേലുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് എന്ന് പറയുമ്പോൾ നാരായണൻ നായരോട് ലക്ഷ്മി നായരെ നന്നായി വളർത്തു എന്ന് പറയാനൊരു സാരോപദേശത്തിലൂടെ കഴിയുന്ന അതേ മാതൃക. ഒന്ന് കുടുംബത്തിൻ്റെ വ്യവസ്ഥയാണെങ്കിൽ ഒന്ന് പാർട്ടിയുടെ വ്യവസ്ഥ. പരിഹാരം അതിലല്ലല്ലോ ഉയരേണ്ടത്. ലക്ഷ്മി നായരുടെ കാര്യത്തിൽ അത്തരമൊരു പരിഹാരമല്ലല്ലോ CPI മുന്നോട്ട് വെച്ചത്. ഒരു പൊതുസമൂഹത്തെ വിലമതിക്കുന്നു ഒരു പ്രസ്ഥാനം ഒരു നിലപാടെടുക്കുമ്പോൾ എന്നൊരു വിഷയത്തിൽ തെളിയിച്ചെങ്കിൽ മറ്റൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ അതെടുത്ത് സൗകര്യപൂർവ്വം അട്ടത്ത് വെക്കരുത്. ആ അട്ടത്ത് നിന്ന് അത് താഴേക്കെടുത്ത് വീണ്ടും കാനത്തിൻ്റെ കൈകളിൽ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കേണ്ടത് ആർക്കാണ്? അഡ്വക്കേറ്റ് ജയശങ്കർ. അല്ല, ഇവിടെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ അഭിപ്രായത്തോടാണ് എനിക്ക് പൊതുവെ യോജിപ്പുള്ളത്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകനെതിരായിട്ട്, അത് ഉത്തരവാദിത്തമുള്ള ഒരു MLA ക്കെതിരായിട്ട് ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി